ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് കേബിൾസ് മാറ്റിയിട്ട് ഈ ബ്രേക്കർ കേബിൾസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. വണ്ടിയിൽ നമ്മൾ ഈ ബ്രേക്ക് ഓഫ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചോളെ പരിപാടി കുറച്ചൊന്ന് ഫ്ലോപ്പ് ആയെന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ച ലിക്കിലോട്ട് ബാക്ക് സൈഡ് വന്നില്ല. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇന്നലെ നമ്മളത് കട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ പിന്നെ ഇത് വെച്ച് ഇനി കുറച്ചാൾ കൊണ്ട് നടക്കാനേ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരുന്ന ബ്രേക്കിൻ്റെ ഹോസ്. അപ്പോൾ ഇത് റബ്ബറാണ്, അത് മാറ്റി നമ്മൾ സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ഓഫാണ് ഇപ്പോൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കുറച്ച് ലെന്ത് കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു ഹിപ്പ് ത്രോട്ടിലൊക്കെ പോകുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം ഈ പഴയ കേബിളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലൂയിഡൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ബ്ലീഡർ വാൾ ഊരിയിട്ട് അത് പ്രസ് ചെയ്തിൻ്റെ ഫ്ലൂയിഡ് മൊത്തം സിസ്റ്റത്തിൽ നിന്ന് കളയണം. അതിന് ശേഷം വേണം ഇവിടെ ഒരു വാൻജോ ബോൾട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലുണ്ട്, അതിൻ്റെ ഊരിയെടുക്കാൻ. അല്ല നമ്മൾ ഡയറക്റ്റ് അത് ഊരിയെടുക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഈ കിറ്റിലൊക്കെ വീണ് ആ കാലുമ്പാവും. അപ്പോഴത്തേക്ക് ആദ്യം ഇത് ഈ ഫ്ലൂയിഡ് വാൾവ് അയച്ചു വിടാം. ഫ്ലൂയിഡ് വാൾവ് ലൂസ് ചെയ്തിട്ട് മുകളിലത്തെ കാലിബർ ബ്രേക്ക് ലിവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് മൊത്തം പതുക്കെ വെളിയിലോട്ട് വരും. അങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് മൊത്തം നമുക്ക് വെളിയിൽ കളയാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ബ്ലേഡ് സ്ക്രൂ ലൂസ് ആയിട്ടുണ്ട്. ഇനി ടോപ്പിലത്തെ ക്യാപ്പ് വയ്ക്കാം. അപ്പോഴേ ഇത് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്ലൂയിഡ് മൊത്തം താഴോട്ട് ഇറങ്ങി പോകും. അപ്പോൾ ഈ ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്ലൂയിഡ് വീഴാൻ ചാൻസുള്ള സ്ഥലത്തൊക്കെ ക്ലോത്ത് വല്ലതും വെച്ചൊന്ന് കവർ ചെയ്യണം. ഈ ഫ്ലൂയിഡ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണക്ക് ഒരു വൈറ്റ് പേച്ച് കണക്ക് അവിടെ വരും. അപ്പോൾ ഇത് ഞാൻ പണ്ട് ചെയ്തപ്പോൾ വീണതാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഫ്ലൂയിഡ് വീഴണമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് അത് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ കുറച്ചായി റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലോത്ത് വല്ലതും വെച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്ലൂയിഡ് മൊത്തം കളഞ്ഞതിന് ശേഷം ഇത് ഊരിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 വാൻജോ ബോൾട്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു 14-ൻ്റെ ടീ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതെനിക്ക് ടോപ്പിലും ഉണ്ട്. പിന്നെ ഇത് ഇവിടെ 2 സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്, പിന്നെ ഇവിടെ ആയിട്ടും വരുന്നുണ്ട്. ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോഫ് നമുക്ക് ഈസിയായിട്ട് ദൂരെ എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് ദൂരെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാൻജോ ബോൾട്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ 2 കോപ്പർ വാഷറുണ്ട്, അതുകൂടെ നമ്മളെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ വാൻജോ ബോൾട്ടോടെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഹോഫ് ഊരി എടുക്കാൻ പറ്റും. കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വാൻജോ ബോൾട്ട് നമ്മൾ യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം ഒരു കോപ്പർ വാഷറോടെ വരും. അപ്പോൾ അതുകൂടെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് കളയാത്ത രീതിയിൽ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിന് അയച്ചെടുത്ത് 2 വാൻജോ ബോൾട്ട് ഇതാണ്. അപ്പോൾ ആ വാൻജോ ബോൾട്ട് ക്ലീൻ ചെയ്ത് 2 വാഷറും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്ലൂയിഡിൻ്റെ ഹോഫ് മാറി ഈ പുതിയ ഫ്ലൂയിഡ് അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് നമ്മളെ വണ്ടി നൂരിയെടുത്ത ബ്രേക്കിൻ്റെ ഹോഫ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വരുന്നതാണെങ്കിൽ റബ്ബറിൻ്റെ ബ്രേക്ക് ഓഫാണ്, ഇതാണെങ്കിൽ ബ്രേഡാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലൊക്കെ സ്റ്റോക്കായിട്ട് വരുന്ന റബ്ബർ ഹോസാണ്. ഇത് ചീപ്പാണ്, അതുകൊണ്ട് എല്ലാവരും ഇതാണ് നമ്മളെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് കമ്പനി തരുന്നത്. പിന്നെ KTM വണ്ടിയിലൊക്കെ ആണെങ്കിൽ അത് ബ്രേഡായിട്ട് തരും. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ റബ്ബർ ബ്രേക്ക് കേബിൾസിലാകുമ്പോൾ ഇതിന് എക്സ്പാൻഷന് ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്കിൻ്റെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫ്ലൂയിഡ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ റബ്ബർ എക്സ്പാൻഡ് ആയി നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ബൈറ്റ് കാലിബറിലോട്ട് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബ്രേഡഡ് കേബിളാണ്, ഇത് എക്സ്പാൻഷന് ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബ്രേക്കിൻ്റെ ഫോഴ്സ് അതേ കണക്ക് കാലിബറിലോട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ബ്രേക്കിൻ്റെ ബൈറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ച് സെറ്റ് ചെയ്തത്. ഈ കേബിളിൻ്റെ ലെന്ത് കുറച്ച് കൂടുതലാണ്, ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ ലെന്ത് ഒരു 100 സെൻറ്റിമീറ്റർ അടുപ്പിച്ചുണ്ട്. പിന്നെ ഇത് ഞാൻ ടോപ്പിൽ കൂടെ ഒരു ഇങ്ങനെ ചരിച്ച് കൊടുക്കാനാണ് പ്ലാൻ, അതാണ് ഇത്രയും ലെന്തുള്ള എടുത്തത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 750 രൂപയാണ്. ഇതിൻ്റെ തന്നെ 120 സെൻറ്റിമീറ്റർ 140 ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടുന്നവർക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിച്ച് വെക്കാം. അല്ലാതെ ഇപ്പോൾ KTMൻ്റെയൊക്കെ ഒറിജിനൽ ബ്രേഡ് കേബിൾ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു 10-2000 രൂപ അടുപ്പിച്ചാവും. ഇതാകുമ്പോൾ 750 രൂപയ്ക്ക് കാര്യം കഴിയും. അപ്പോൾ ഇതെന്തായാലും മാറ്റി ഇനി അതിലോട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ നേരത്ത് വേറെ കാര്യം കൂടെ നോക്കണം. കാരണം ഈ കേബിളിൽ ഒറ്റ സ്റ്റേയിൽ കൊടുക്കേണ്ട ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതിലാണെങ്കിൽ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം എന്തായാലും അഴിച്ച് ഇതിലോട്ട് ഇടണം. എന്തായാലും ഞാൻ 2 എണ്ണത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുമെങ്കിൽ ആ 3 എണ്ണം കറക്റ്റ് സ്ഥലത്തൂടെ തന്നെ അലൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഊരിയെടുക്കാൻ പാടായിരിക്കും. എന്തായാലും ഈ കേബിൾ നമുക്ക് ഇനി ആവശ്യമില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കാമെന്നിപ്പോൾ വിചാരിക്കുന്നു. ഈ ഹോഫിൻ്റെ ഒരു 2 സൈഡിലും ഡസ്സിലാണെങ്കിൽ 2 എണ്ണം വെച്ച് കുറച്ച് ക്യാപ്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് പൊടിയൊന്നും കയറാതിരിക്കാനാണിത്. അപ്പോൾ അതിൽ നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് വെച്ച് നോക്കാം. വാൻജോ ബോൾട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വാൻജോ ബോൾട്ട് 2 സൈഡിലും ഇട്ട് വെച്ചിട്ടാണ് നമുക്കിത് കറക്റ്റ് നോക്കാം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ 2 സൈഡിലുള്ള വാഷർ നമ്മൾ ഇടാൻ മറക്കരുത്. ഞാൻ വിചാരിച്ച കണക്കല്ല, ഇത് വെക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. നല്ല രീതിക്ക് ലെന്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വഴി ഇങ്ങനെ എടുത്ത്
ഇത് അടിയിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇത് അടിയിൽ അതുവഴി വളച്ചെടുത്തിട്ട് ഇവിടുത്തെ സ്റ്റേയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേയിലും ഇവിടുത്തെ സ്റ്റേയിലും കൊടുക്കണം. പക്ഷേ ഇവിടുത്തെ സ്റ്റേ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബ്ലീഡറിൻ്റെ ബോൾട്ട് നമുക്ക് ബ്ലീഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത് ബ്ലീഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വളച്ച് ഇതിലോട്ട് ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആ ഫ്രണ്ടിലെ സ്റ്റിക്കറും ഇതോടെ അത്യാവശ്യം ലുക്ക് വരുന്നുണ്ട്. പക്ഷേ ബാക്കിൽ ആ ഒരു കിക്ക് ത്രോട്ടിൽ ചെയ്യുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടിയില്ല, എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തായാലും മറ്റേ കേബിൾ നേരത്തെ ആ ഓഫ് അടിക്കാൻ വേണ്ടി കട്ട് ചെയ്ത്, അപ്പോൾ ഇനി എന്തായാലും അത് വെക്കത്തില്ല. അപ്പോൾ പിന്നെ ഇത് വെച്ച് എന്നെ ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലീഡർ ബോൾട്ട്, അപ്പോൾ ഈ വാഞ്ചോ ബോൾട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഞ്ചോ ബോൾട്ട് ഇടുമ്പോൾ 2 സൈഡിലും കോപ്പർ വാഷർ ഇടണം, ഇല്ലെങ്കിൽ അതുവഴി ഫ്ലൂയിഡ് ലീക്കാവും. അതിനൊക്കെ നമ്മൾ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ബ്ലീഡിങ്ങിലായിട്ട് കിടക്കാം. ആയിട്ട് ഇനി ബ്രേക്ക് ബ്ലീഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന .4 ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഇതിനൊരു 54 അടുപ്പിച്ച് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ .3 .4 ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ .4 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് പതുക്കെ ബ്ലീഡ് ചെയ്യണം. നമുക്കിത് ലോഡ് ചെയ്യണം. അപ്പോൾ ഈ കേബിൾ കുറച്ച് ടോപ്പിലോട്ടിരിക്കുന്നുണ്ട്, ലോഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഇതിൽ തീർന്നു പോകാൻ നോക്കണം. തീർന്നു പോകണമെങ്കിൽ വീണ്ടും അതിലോട്ട് എയർ കയറും. ബ്രേക്ക് അപ്പോൾ നമ്മൾ ബ്രേക്ക് നല്ല രീതിക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. പമ്പ് ചെയ്ത് കുറച്ച് നേരം ചെയ്താലേ ലോഡാവും. അതിന് എയർ എടുത്ത് വിടണം. അപ്പോൾ എയർ എടുത്ത് വിടാന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിയിലത്തെ ബ്ലീഡ് വാൾവ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വിടാവൂ. അങ്ങനെയാണ് ഇത് ബ്ലീഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാത്രിയായതുകൊണ്ട് അത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടോപ്പിൽ ഇപ്പോൾ ഞാൻ ലിവർ എൻ്റെ മറ്റേക്ക് വെച്ച് പിടിച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം പിടിച്ചിട്ട് ടൈറ്റിന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതൊന്ന് ബ്ലീഡ് വാൾവ് ലൂസാക്കണം. അത് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ലിവർ ഒന്ന് വിടണം. അത് കഴിഞ്ഞ് വീണ്ടും ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. 2-3 പ്രാവശ്യം ലിവർ താത്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. പിന്നെ ഇതൊന്ന് ലൂസ് ചെയ്ത് ആ എയർ കളയണം, വീണ്ടും ടൈറ്റ് ചെയ്യണം, വിടണം. അപ്പോൾ ഇതാണ് ബ്ലീഡ് കേസ്. അപ്പോൾ ബ്രേക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിൽ വരുന്ന സ്ക്രൂസിൻ്റെ ത്രെഡ് പോയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് 2 പ്രാവശ്യം ഞാൻ മാറാൻ നേരത്തും അത് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇളക്കാൻ നേരത്ത് കുറച്ചുകൂടെ ത്രെഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഊരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് 2 സ്ക്രൂസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 20 രൂപയ്ക്ക് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലാക്കാണ് കളർ. അതാകുമ്പോൾ മറ്റേ അറിയാത്ത രീതിയിൽ കറക്റ്റ് സ്യൂട്ടായിട്ട് ഇതിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുകൂടെ വെച്ച് ഫിറ്റ് ചെയ്യാം. എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നൈറ്റ് ഇതെടുത്ത് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് ആ വ്യൂവും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാലിബറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെയാണ് ബാക്കി വീഡിയോയിൽ എടുക്കുന്നത്. നൈറ്റ് ഇട്ടിട്ട് ബാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിലെ റെഡ് സ്റ്റിക്കറും ഈ കേബിളെല്ലാം കറക്റ്റ് മാച്ചായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്വിക്ക് തോട്ടിലുള്ള സെറ്റപ്പ് ഞാൻ വിചാരിച്ച ലുക്കിലോട്ട് വന്നില്ല. അപ്പോൾ എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ലുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം ഇന്നലെ ഈ കേബിൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനിയുള്ള പൈസയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ബാക്കി പൈസയ്ക്ക് പെട്രോൾ അടിച്ച്. അപ്പോൾ ഇനി എന്തായാലും ഇതുകൊണ്ട് കുറച്ചാൾ നടന്നേ പറ്റൂ. പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇത് മറ്റേ റബ്ബർ കേബിളാണ്, കല്ല ബ്രൈറ്റഡ് ആണ്. അപ്പോൾ ഒരുപാടെങ്കിലും ബെൻഡായി കഴിഞ്ഞാൽ ഇത് ഒടിയും. അപ്പോൾ അല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഒരുപാട് ബെൻഡുള്ള രീതിയിൽ ഒടിച്ചൊന്നും എവിടെയും സെറ്റ് ചെയ്ത് വെക്കരുത്. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതെന്താ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.